നമസ്കാരം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 മരണം കൂടി. അതിരപ്പള്ളി വാച്ചുമരം കോളനിയിൽ വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിലുണ്ടായ കാട്ടുപോത്താക്രമണത്തിൽ കർഷകൻ മരിച്ചു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനാണ് ഇരു സ്ഥലങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ നേര്യമംഗലത്ത് കൃഷിയിടത്തിൽ വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച മാത്യു കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധത്തിനും വഴിവെച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 3 മരണമുണ്ടായതോടെ മലയോര മേഖലയാകെ ഭീതിയിൽ അമർന്നിരിക്കുകയാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. എത്ര പേർ മരിക്കണമിനി? വന്യജീവി ആക്രമണത്തിന് പ്രതിവിധിയില്ലേ? വനം വകുപ്പ് നിഷ്ക്രിയമാണോ? പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുകയാണോ? ഈ ചർച്ചയിൽ ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ വി കെ സനോജ് CPM, ശ്രീ അലക്സ് ഒഴുകയിൽ കിഫ, ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ്, ശ്രീ പോളി കാരക്കാട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ഞാൻ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ശ്രീ പോളി, നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൃഷിയിടത്തിൽ വെച്ചിട്ടാണ് ഈ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത്, കാട്ടുപോത്തിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത്. അവിടെ കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം കൃഷിക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിട്ടതായും പറയുന്നു. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം? അദ്ദേഹത്തിലേക്ക് ഞാൻ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ അലക്സ് ഒഴുകയിൽ, ഇപ്പോൾ കേരളത്തിൽ ഇതിപ്പോൾ ഒരു വാർത്തയല്ലാതായിരിക്കുന്നു. നേരത്തെ വന്യമൃഗ ആക്രമണം കൊണ്ട് ആളുകൾ മരിക്കുന്നു എന്നൊക്കെയുള്ളത് അപൂർവതയായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ നിത്യേന സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് മാത്രം 2 പേർ, ഒന്ന് കോഴിക്കോട് ജില്ലയിൽ, ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ, ഇന്നലെ എറണാകുളം ജില്ലയിൽ. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ള മനുഷ്യരൊക്കെ അവരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത കുട്ടികളെ സ്കൂളിൽ എങ്ങനെ അയക്കുമെന്ന് ആശങ്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എത്രമാത്രം മുഖ്യധാര രാഷ്ട്രീയ കേരളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭീതിതമാണ് കാര്യങ്ങൾ. മരണ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇനി എത്ര പേർ മരിക്കണം ഒരു ആക്ഷൻ ഉണ്ടാകാൻ എന്ന് സ്വാഭാവികമായും ചോദിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഒന്നാമത്തെ കാര്യം, ഇത് എൻ്റെ പഞ്ചായത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കൂരാച്ചിൻ്റെ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്താണ്. എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തിപരമായിട്ടും ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ആന മാത്രം ഈ വർഷം കൊല്ലുന്ന 9ാമത്തെ ആളാണ് ഇന്ന് തൃശ്ശൂർ കൊല്ലപ്പെട്ടത്. കാട്ടുപോത്തിൻ്റെ ആദ്യത്തെ ഇരയാണ് കക്കയത്തുള്ള അവരാജൻ ചേട്ടൻ. അതുപോലെ കാട്ടുപന്നി 2 പേരെ കൊന്നിരിക്കുന്നു, കടുവ കൊന്നിരിക്കുന്നു. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ വാർത്തയല്ലാതായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉക്രൈനിലും ഫലസ്തീനിലും ഒക്കെ ആളുകൾ യുദ്ധം തുടങ്ങിയ സമയത്ത് 1-2 ആളുകൾ കൊല്ലപ്പെടുന്ന വരെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അവിടെ 100 കണക്കിന് 1000 ആളുകൾ കൊല്ലപ്പെട്ട പോലും വാർത്തയല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ഇരകളായിട്ട് നിരപരാധികൾ മാറുന്നത് വാർത്തയല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കിഫ തുടക്കം മുതൽ പറയുന്ന കാര്യം, നമ്മൾ അഭിലാഷിനെ അറിയാമല്ലോ, നമ്മൾ എത്രയോ കാലമായി ഇത് ചർച്ച ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ 4 വർഷം മുമ്പ് പറഞ്ഞാൽ ഇപ്പോഴും പറയാണ്. കേരളത്തിലെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ എണ്ണം പെരുകിയിരിക്കുന്നു. എണ്ണം കുറയ്ക്കുക എന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളുടെ ഭാര്യയുമായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ 4 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അടിയന്തരമായിട്ട് ഈ ഇദ്ദേഹത്തെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണം. അത് കളക്ടർ ചെയ്താലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചെയ്താലും ഞങ്ങൾക്ക് എതിർപ്പില്ല. അത് 2 പേർക്കും അതിനുള്ള അധികാരമുണ്ട്. അതിന് നിയമപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് വിളിച്ചു വരുത്തിയ അപകടമാണ്. കാരണം ഇന്നലെ കൂരാച്ചിൻ്റെ പഞ്ചായത്തിൽ കാട്ടുപോത്ത് ഇറങ്ങുകയും അവിടുത്തെ സ്കൂളിനടക്കം അവധി നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് നിങ്ങൾ നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ച പോളി കാരക്കട എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ കളക്ടർക്ക് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തതാണ് ഇന്നലെ. ആ ലെറ്റർ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്ത കാര്യമല്ല. കൃത്യമായിട്ട് അവിടെ കാട്ടുപോത്തുണ്ട് എന്നും അത് അപകടകാരിയാണെന്നും അതിനെ വെടിവെച്ച് കൊല്ലണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തിട്ട് ഇവിടെ അനങ്ങാപ്പാറ നയമാണ് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിളിച്ചു വരുത്തിയ അപകടമാണ്, കുറ്റകരമായ കൃത്യവിലോപമാണ്. DFOയെയും സ്ഥലം റേഞ്ചറെയും, പെരുവണ്ണാമൂഴി റേഞ്ചറെയും കോഴിക്കോട് DFOയെയും അടിയന്തരമായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. സസ്പെൻഷൻ അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കണം. കാരണം ഇവിടെ ഉത്തരവാദിത്വം എന്നൊരു സാധനമില്ല അഭിലാഷേ. ആർക്കേതൊരു ഉത്തരവാദിത്വം? ബേലൂർ മഖന എന്ന് പറയുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് CCF റാങ്കിലുള്ള കണ്ണൂർ CCF ദീപ കൽപ്പറ്റയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ഒരാഴ്ചക്ക് ശേഷമാണ് അജീഷിനെ ആന സ്വന്തം വീട്ടുമുറ്റത്ത് കയറി കൊന്നത്. അറിയാൻ മേലാത്ത കാര്യമല്ല. കൃത്യമായിട്ട്
ഉള്ള അറിയാവുന്ന കാര്യം. അപ്പൊ കൃത്യവിലോപം നടക്കുന്നു, അതിന് ഉത്തരവാദിത്തം ഫിക്സ് ചെയ്യണം. അത് രണ്ടാമത്തെ കാര്യം. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു, 2 പോയിന്റോടെ പറയാൻ അവസരം തരണം. മൂന്നാമത്തെ കാര്യം, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് 50 ലക്ഷം രൂപ കൊടുക്കണം, അതിൽ 25 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക, ബാക്കി 25 ലക്ഷത്തിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുക്കുക. ശുപാർശയുമായിട്ട് ആരും കക്കയത്തേക്ക് വരണ്ട. ശുപാർശയുമായിട്ട്, അതായത് ഞങ്ങൾ 40 ലക്ഷം കൊടുക്കാൻ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ് ആര് വന്നാലും അവർ വന്ന വഴിക്ക് തിരിച്ചു പോവും എന്ന് മാത്രം ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ കേസ്, നാലാമത്തെ ഡിമാൻഡ്, ആ കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം ജോലി. ഈ 4 ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വളരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. തിരുവനന്തപുരത്തേക്കുള്ള മാർച്ച് അടക്കം, അതായത് ബോഡി നാളെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോഡി ഏറ്റെടുത്തുകൊണ്ട് ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടി മാർച്ച് നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തമാശകളിയായിട്ട് ആരും കാണണ്ട. ആ തമാശകളിയുടെ സമയമൊക്കെ കഴിഞ്ഞു. വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടുത്തെ ഭരണകൂടത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ശ്രീ വി കെ സനോജ്, ഒരു പൗരന്റെ ജീവന്റെ അവകാശം, അയാളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് സർക്കാരിനാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവമല്ല ഉണ്ടാവുന്നത്. 2 ദിവസത്തിനുള്ളിൽ 3 ജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുകയാണ്. ജനം നിസ്സഹായരാണ്. ആര് വേണമെങ്കിലും മരിക്കാമെന്ന സാഹചര്യം മലയോര മേഖലകൾ അഭിമുഖീകരിക്കുന്നു. വളരെ വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇവിടെ കൃത്യവിലോപം കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നു കർഷക സംഘടനകൾ. സർക്കാരിന് എന്തുണ്ട് മറുപടി? അങ്ങേയറ്റം ഭയാനകവും ഭീതവുമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയിലെ ജനത അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം എന്ന് എല്ലാവരും കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന പ്രസ്താവനയും സമരമുറകളുമല്ല നമുക്ക് ആവശ്യം. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തടസ്സം എന്ന് ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസ്സാക്കിയിട്ടുള്ള നിയമം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പം അത് പരിഹരിക്കാൻ, അത് മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് നിരവധി തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഇടതുപക്ഷ MP-മാർ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു മാറ്റവും വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എന്ന നിലയിൽ ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, ഇപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഒരു പ്രധാനമായും ഇത് ചർച്ച കൂടുതൽ സജീവപ്പെടുത്തുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയം ചേർക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ഈ എന്താ പറയുക, ഈ മരിച്ച ശരീരവും എടുത്തൊരു ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ഘോഷയാത്ര നടത്താൻ നോക്കി. അത് പോലീസ് തടഞ്ഞു, അറസ്റ്റുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾ കൂടി ഇതിനകത്ത് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളോട് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ ആനയുടെയും കടുവയുടെയൊക്കെ പ്രശ്നമുള്ളത്. തൊട്ടടുത്ത കർണാടകയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പാവം വീട്ടമ്മയെ ആന ചവിട്ടിക്കൊന്നത്. തമിഴ്നാട്ടിൽ 2 ആളെ ചവിട്ടിക്കൊന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സമരവും അവിടെയുള്ള കോൺഗ്രസ് നടത്തിയിട്ടില്ല. ഈ കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് നേരിട്ട് ഭരിക്കുകയാണ്, അപ്പുറത്താണെങ്കിൽ DMK-യുടെ സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രശ്നത്തിനകത്ത് കേന്ദ്രത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട, കേന്ദ്രത്തോട് കൃത്യമായ അഭിപ്രായം പറയാൻ ശേഷിയുള്ള 18 MP-മാർ കോൺഗ്രസിന് വേണ്ടി ഇവിടെ ഉണ്ടായിട്ടും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഓടി വന്നു, നല്ലത് തന്നെ, ആശ്വസിപ്പിക്കാൻ വന്നു, നല്ലത് തന്നെ. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ എന്ത് ചെയ്തെന്ന് ചോദ്യം ഉണ്ടാവണ്ടേ? രാഹുൽ ഗാന്ധി ഒരു തവണ പോലും ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടില്ല, ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല, ഈ നിയമം മാറ്റാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ആളുകളായിട്ട് കേരളത്തിലെ MP-മാർ മാവുന്നു. കോൺഗ്രസിൻ്റെ സമരത്തിനായ നേതൃത്വം ഇത്തരം കാര്യങ്ങൾക്കകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇതൊന്നും നടത്താതെ ഇതെല്ലാം പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന ഒരു യുക്തിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അല്ല, കോൺഗ്രസ് CPM എന്നുള്ള നിലയിലുള്ള പ്രശ്നമായി കാണേണ്ട ഒരു പ്രശ്നമല്ല. ഞാൻ ആ പോയിന്റിനോട് യോജിക്കുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ അവരെ ഇറക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ജനങ്ങൾക്ക് സ്വാഭാവികമായ പ്രതിഷേധമുണ്ട്. ഇപ്പോ നോക്കൂ, ഈ മേഖലകളിലൊക്കെ പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്ക് സ്വാഭാവികമായി പ്രതിഷേധമുണ്ട്. അവർ ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അതിനൊപ്പം രാഷ്ട്രീയ കക്ഷികളും കൂടി ചേരുകയാണ്. അതല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരു തീരുമാനമെടുത്ത് ഒരു സമരം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ജനങ്ങളുടെ പ്രതിഷേധം അവർ കൂടി പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ വൈകാരിക അന്തരീക്ഷത്തിൽ ചില പ്രതികരണങ്ങളും ഉണ്ടാകും. അവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടത് കൊണ്ടോ ഈ പ്രശ്നം തീരില്ലല്ലോ. അടിസ്ഥാനപരമായ പ്രശ്നം ഈ വന്യമൃഗ ശല്യം എന്നുള്ളതാണ്. അതെ, അടിസ്ഥാന പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്.
ഇത് സവിശേഷമായൊരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിന് പകരം അതിനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽ കൂടി മാത്രം നോക്കിക്കണ്ട് അതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന സമര നാടകങ്ങൾ, സമരാഭാസങ്ങൾ ഇവിടെ അരങ്ങേറുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഈ ആക്രമണം ഏറ്റുവാങ്ങുന്ന ജനതയോട് എന്തെങ്കിലും വെറുപ്പോ എന്തെങ്കിലും വിദ്വേഷമോ അവരുടെ സമരത്തോട് എന്തെങ്കിലും പ്രശ്നമോ ഞങ്ങൾക്കില്ല. ഞങ്ങളും അവരുടെ സമരത്തിന്റെ കൂടെ തന്നെയാണ്. സമരം പക്ഷേ എന്തിനാവണം? കേന്ദ്ര നയം തിരുത്തിക്കാൻ ആവശ്യമായ കാര്യത്തിലേക്കായിരിക്കണം. അത് ആ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കേന്ദ്രം രക്ഷപ്പെട്ടാലും കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കളയാം എന്ന രൂപത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന കാര്യം ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചു. ശരി, ഓക്കെ, അതിലേക്ക് ഈ സമരത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ശ്രീ അബിൻ വർക്കി, ഇപ്പോ പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് കൊണ്ട് ആനയും കടുവയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി ജനങ്ങളെ കൊല്ലുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിരൂക്ഷമാണ് ഈ മലയോര മേഖലയിലെ ജീവിത സാഹചര്യം. ജനങ്ങൾക്ക് ജീവൻ, കൃഷി ഇതൊക്കെ പകരം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. 2 മരണങ്ങൾ ഇന്നുണ്ടായി, ഇന്നലെ ഒരു മരണം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഇതിൽ കേവല രാഷ്ട്രീയം മാത്രമാണോ കാണുന്നത്? അതായത് അഭിലാഷ്, ഒരിക്കലും ഞാൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു മലയോര പ്രദേശത്തു നിന്നുകൂടി കടന്നു വരുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ കോതമംഗലം പോലുള്ള പ്രദേശം എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അവർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാട്ടാന ചവിട്ടിക്കൊല്ലാൻ വരുമ്പോൾ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ BJP ആണോ എന്ന് നോക്കിയിട്ടല്ല അത് ചവിട്ടിക്കൊല്ലാൻ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിതിൽ സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഫെൻസിങ് വയ്ക്കാൻ രാഹുൽ ഗാന്ധിയും വേണ്ട, കേന്ദ്രവും വേണ്ട, കാട്ടാനയും വേണ്ട, നാട്ടുകാരും വേണ്ട, MLAയും വേണ്ട. അത് ശരിയായ രീതിയിൽ ഈ വകുപ്പ് ഒരു കൃത്യമായൊരു നിർദ്ദേശം കൊടുത്താൽ ഈ വനാതിർത്തികളിൽ ഫെൻസിങ് വയ്ക്കാൻ സാധിക്കും. അത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട എനിക്ക് മുന്നേ സംസാരിച്ച പ്രതിനിധി പറഞ്ഞു കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുത്തില്ല. വയനാട്ടിൽ നമ്മൾ ഈ പരാതി കേട്ടു അഭിലാഷ്. അതായത് ഈ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാത്തത് കാരണമാണ് ആ വഴിയിലേക്ക് ആളുകൾ പിന്നീട് വീണ്ടും പോയത്. അത് തന്നെയാണ് ഇന്ന് കൂരാച്ചുണ്ടിലും സംഭവിച്ചത്. അത് തന്നെയാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും സംഭവിച്ചത്. അതിനി രാഹുൽ ഗാന്ധി വന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്ന് നമ്മൾ ആരെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? കൃത്യമായി ആ വകുപ്പിൻ്റെ ഇടപെടൽ ഇല്ലാതിരുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ഇതിന് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരല്ലേ നിലപാടെടുക്കേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിരാഹാര സമരം നടത്തിയിരുന്ന ഒരു പന്തലിലേക്ക് പോലീസ് ഇരച്ചു കയറി ഇവർക്കെതിരെ നിരന്തരമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും അഴിമതി ആരോപണം ഉന്നയിക്കുന്ന മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസിനെയും ഒരു വണ്ടിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന രീതി ഏതാണ്ട് ഭീകരവാദികളെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെയാണ് മുഹമ്മദ് ഷിയാസിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ ഞങ്ങളാണോ രാഷ്ട്രീയം കലർത്തിയത്, അവരാണോ രാഷ്ട്രീയം കലർത്തിയത്? അഭിലാഷ് ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം അഭിലാഷ് പറ, എന്താ കേരളത്തിലെ പ്രശ്നം? കാട്ടാന കൊല്ലുന്നതാണോ പ്രശ്നം, അതെയോ മരപ്പട്ടി മുള്ളുന്നതാണോ പ്രശ്നം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏതാ പ്രശ്നം? അഭിലാഷ് പറ. ഇപ്പൊ ഇത്രയും മരണങ്ങൾ, അതായത് കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ 912 മരണങ്ങൾ വന്യജീവി ആക്രമണത്തിലുണ്ടായി. 55,838 വന്യജീവി ആക്രമണങ്ങൾ നടന്നു. 1,90,000 സ്ക്വയർ കിലോമീറ്ററുള്ള കർണാടകയും 1,38,000 സ്ക്വയർ കിലോമീറ്ററുള്ള തമിഴ്നാടും 38,000 സ്ക്വയർ കിലോമീറ്ററുള്ള കേരളവും തമ്മിൽ അത് പറഞ്ഞ് ന്യായീകരിക്കാൻ വരുന്ന ഇടതുപക്ഷ പ്രതിനിധിയുടെ അവസ്ഥ എന്താ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഒന്നും വേണ്ട. ഈ വീടുകളിൽ കേവലമായ ഒരു സന്ദർശനം, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയുടെ തരിമ്പുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിച്ച് അവരെ കണ്ട് വേണ്ട രീതിയിലുള്ള നടപടിയെടുക്കും എന്നൊന്നും പറയാൻ പാടില്ലേ? ഇല്ലെങ്കിൽ അതും വേണ്ട. ഈ വനം വകുപ്പ് മന്ത്രി അയാളൊന്ന് ആലോചിക്കുക അഭിലാഷേ. അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആ മന്ത്രിക്കാണ് വയനാട് ജില്ലയുടെ ചാർജ് ഉള്ളത്. വയനാട്ടിൽ 3 വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും ഈ വനം വകുപ്പ് മന്ത്രി ആ ജില്ലയിലൊന്ന് കയറി നോക്കിയില്ല എന്ന്. പുള്ളിക്ക് പൂച്ചക്കുട്ടിയുടെ കാര്യം നോക്കാൻ സമയമുണ്ട്, പക്ഷേ ആനയുടെ കാര്യം നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല. ഇതിൽ ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം. ഇപ്പൊ അഭിലാഷ് ഒന്ന് ചിന്തിക്കുന്നത്, ജീവൻ പോകുമ്പോഴാണ് ഈ മാധ്യമ ഫ്ലോറുകളിൽ ചർച്ചയാവുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ അവന്റെ വരുമാനം നിലച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നേ. അപ്പൊ ഇതിന് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന പോലും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യുകയല്ലാതെ പിന്നെ ഇവർ ഓശാന പാടി നിൽക്കണമെന്നാണോ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറയുന്നത്? അതിനെ രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുൻകാല വിരോധം വെച്ച് ഞങ്ങളുടെ MLAയും ഞങ്ങളുടെ DCC പ്രസിഡന്റിനെയും അങ്ങ് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ AKG സെന്ററിൽ വെച്ചാൽ മതി. കേരളത്തിലെ ജനസമൂഹം അതൊന്നും അനുവദിച്ചു തരാൻ പോകുന്നില്ല. ശരി, ഓക്കെ, ആ വിഷയത്തിലേക്ക് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനുമുമ്പ് ശ്രീ പോളി
കാരക്കട, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ഷൻ ശരിയാവുന്നില്ല, പക്ഷേ അദ്ദേഹം ടെലിഫോണിൽ സംസാരിക്കും. പക്ഷേ പോളി, അവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, സ്കൂളിന് തന്നെ അവധി കൊടുക്കുന്നതും താങ്കളുടെ കത്ത് ചെല്ലുന്നതും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടു. അപ്പോൾ കാട്ടുപോത്ത് ആക്രമണം അവിടെ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു ഘട്ടത്തിലും മതിയായ നടപടികൾ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒന്നും ഉണ്ടായില്ല എന്നാണോ? ശ്രീ പോളി, അങ്ങേക്ക് കേൾക്കാമോ? ഇല്ല, അദ്ദേഹം ഇല്ല. ശ്രീ പോളി, അങ്ങേക്ക് കേൾക്കാമോ? അഭിലാഷ് കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? ഏകദേശം കേട്ടു. ഞാൻ പറഞ്ഞുതരാം. കുരാച്ചൂണ്ടിലെ അതിഭീകരമായ സ്ഥിതിയാണ് ഇന്ന് ഉണ്ടായത്. ഒരു കർഷകൻ, 62 വയസ്സുള്ള കർഷകൻ, അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ പോയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ മലയോര കർഷക മേഖലകൾ വളരെ ഭീതിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ. ഇതിനു മുമ്പ് ഒരു കാലത്തും ഇത്തരം ഭീകരത അവസ്ഥ കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പുറത്തിറങ്ങാൻ രാവിലെ മദ്രസയിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ. ഇവരൊക്കെ ഒന്നും പുറത്തിറങ്ങാൻ പറയാം. അതിഭീകരമായിട്ട് ഇതൊന്നും ഇതിനു മുമ്പ് ഉണ്ടായ സാഹചര്യങ്ങളല്ല. കുരാച്ചൂണ്ട് പോലെ സ്ഥലത്ത് നിന്ന് കുരാച്ചൂരിൽ ആദ്യമായിട്ടാണ് ഒരു കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ഒരു കർഷകൻ മരണപ്പെടുന്നത്. ഇതിനും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആനകൾ വരുന്നു, കാട്ടുപോത്ത് വരുന്നു. ഇങ്ങനെ മലയോര കേരളത്തിലെ ദിനംപ്രതി നമ്മൾ കേൾക്കല്ലേ, കേരളത്തിലെ മലയോര കർഷക മേഖല മുഴുവൻ ഇതിനു മുമ്പ് ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടു. ഇതിന് അടിയന്തര പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കണം. ഗവൺമെന്റ് ചിന്തയിൽ ഈ മലയോര കർഷക ജനതയുടെ ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ്. ഒരു ഭരണകൂടത്തിന്, കേന്ദ്ര ഭരണകൂടമായാലും സംസ്ഥാന ഭരണകൂടത്തിലായാലും ചിന്തയിൽ ഇത്തരം ഈ കർഷകരുടെ ഒരു വിഷയവും ഇല്ല എന്നുള്ള, അവരുടെ അവസ്ഥയെപ്പറ്റി ഒരു ചിന്തയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വലിയ ആശങ്ക മലയോര ജനവിഭാഗത്തെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാദർ ഫിലിപ്പ് കവിയിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, നമ്മൾ ഇതേ ഫ്ലോറിൽ തന്നെ വന്യമൃഗ ആക്രമണം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ആളുകൾ കാട്ടുപോത്തിന്റെ കുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആനയുടെ ചവിട്ടുകൊണ്ടോ ഒക്കെ മരിക്കുന്ന ഘട്ടത്തിലാണ് അത് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ ഇപ്പോൾ വന്യജീവി നിയമം 1972 കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ്. വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ നിസ്സഹായാവസ്ഥ സർക്കാരും പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ കൈമലർത്തി കാണിക്കാനുള്ള ഒരു സന്ദർഭമാണോ? എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. അഭിലാഷ് സാറ്, എനിക്ക് പറയാനുള്ളത് ഈ VK സനോജിനോടാണ് ആദ്യം പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ വളരെ ദുഃഖകരമാണ്. ഇത്രമാത്രം മനുഷ്യന് വേദനിച്ച് നിൽക്കുന്നൊരവസരത്തിൽ, വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നൊരവസരത്തിൽ രാഷ്ട്രീയം കലർത്തി ഇതിനെതിരെയുള്ള സമരത്തെ പോലും അപലപിക്കുന്നത് കേട്ടു. വളരെ മോശമാണ്. നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അത്യാഹിതത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഞങ്ങളാരും പറയുന്നില്ല, ഈ സമരം നടത്തുന്നവരാരും പറയുന്നില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവിടെ കൊണ്ട് മൃഗങ്ങളെ ഇറക്കി വിട്ടെന്ന് ആരും പറയുന്നില്ല. എന്താണ് പറയുന്നത്? ഇവിടെ കാട്ടുമൃഗങ്ങളുടെ, വന്യജീവികളുടെ ആക്രമണത്തിലൂടെ മനുഷ്യജീവൻ പൊലിയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശ്രീ അബിൻ വർക്കി പറഞ്ഞതുപോലെ ഈ കാട്ടാന വന്ന് കുത്താൻ നേരത്ത് അത് മാർക്സിസ്റ്റുകാരനെയാണോ കോൺഗ്രസ്സുകാരനെയാണോ BJP-ക്കാരനെയാണോ നോക്കിയിട്ടല്ല കുത്തുന്നത്, മനുഷ്യനെയാണ് കുത്തുന്നത്. മനുഷ്യജീവനുകൾ പൊലിയുകയാണ്. എന്ത് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഇസ്തിരി കെട്ടി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ വടിവൊത്ത വസ്ത്രങ്ങളിൽ മൃഗങ്ങൾ മുള്ളി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ്, മരപ്പെട്ടി മുള്ളി ഒഴിച്ചെന്നും പറഞ്ഞ് അസ്വസ്ഥരാകുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ മനുഷ്യൻ്റെ ജീവൻ പോകുന്നെന്ന് കാണുക. എന്താ നിങ്ങളീ പറയുന്നത്? എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹമില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് ഇത് കാണുന്നില്ല. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. ഞാൻ ജീവിക്കുന്ന ഒരു മലയോര പ്രദേശത്താണ്. ശ്രീ സനോജ് എവിടെയാണ് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം നമ്മളുടെ പല രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ വനയോര മേഖലകളിൽ താമസിച്ച് പരിചയമില്ലാത്തവരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത്. ഈ കാട്ടുപോത്തുകളെ ആ മുഖ്യമന്ത്രി താമസിക്കുന്ന, മന്ത്രിമാർ താമസിക്കുന്ന, MLA-മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ പരിസരത്തോട്ടൊന്ന് കയറ്റിവിട്.
അവരുടെ പ്രതികരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ. സാധാരണക്കാരൻ്റെ വേദനയും വിഹ്വലതയും അവർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി, പനമരം എന്ന സ്ഥലത്തിനടുത്തൊരു ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്ന സെബാസ്റ്റ്യൻ സാർ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വഴിക്ക് താഴെക്കൂടെയാണ് കഴിഞ്ഞ ദിവസം ആ മോഴയാന പോയത്, ആ മനുഷ്യനെ കൊന്നത്. ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. 2 കൊച്ചു കുട്ടികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടാൻ ഞങ്ങൾക്ക് ഭയമാണ് അച്ഛാന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ മനുഷ്യർ അത്രമാത്രം പേടിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വക വിഷയങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം കലർത്തി മനുഷ്യൻ്റെ പ്രയാസങ്ങളെ കാണാതിരിക്കരുത്. ഇതിനെതിരെ പൊതുജനത്തിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് അതുപോലെ കാണാനും കൂടെ പഠിക്കണം. പോലീസ് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, കടമയുണ്ട്. എൻ്റെ പച്ചയായിട്ട് പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ ഈ കൃത്യവിലോപം നടത്തുന്ന വനം മന്ത്രി രാജിവെച്ച് മാറി നിൽക്കണം. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ഇവിടെ അരമനയിൽ അഭിനന്ദ പിതാവിനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ശൈലജ ടീച്ചറിനോട് ഈ വിഷയമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചുകൂടെ? ആ വനം മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് കേരളം മുഴുവൻ കാണുന്നതല്ലേ. അദ്ദേഹത്തിന് പറ്റിയാലെ മാറ്റി നിർത്തി കഴിവുള്ള ആളുകളെ അവിടെ നിർത്തണം. അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഭരണാധികാരികൾ ഉണ്ടാകണം. ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ല, അവരെ മുഖ്യമന്ത്രി മാറ്റി നിർത്തണം. മുഖ്യമന്ത്രിക്കെതിരെയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. നമ്മൾ ഈ വിഷയങ്ങളെ അടിസ്ഥാനപരമായിട്ട് പല തവണ ചർച്ചയാണ്. ബഹുമാനപ്പെട്ട അലക്സ് സാറ് തന്നെ അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത്? ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള അടിസ്ഥാനപരമായ കാര്യം, അതിന് വനത്തിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥ നശിച്ചിരിക്കുന്നു. അതിന് ഭക്ഷണമില്ല, വെള്ളമില്ല. അവിടെ നിന്നാൽ കഴിഞ്ഞ് ജീവൻ നിലനിർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അത് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അതിന് ഭക്ഷണം ഉണ്ടാകുന്ന സംവിധാനം നമ്മൾ അവിടെ സൃഷ്ടിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അഭിനന്ദ പാമ്പ്ലാനി പിതാവ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു, ഈ ജനവാസ മേഖലയിലെ പ്ലാവിൽ നിന്നും ചക്ക പറിച്ച് തിന്നാനാണ് ഈ പല ആനകൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വാഴക്കൊലയും വാഴയും പറിച്ച് തിന്നുന്നു. അപ്പോൾ അതിന് വിശന്നിട്ട് വരുന്നതാണെങ്കിൽ ഈ വനത്തിൽ എന്തുകൊണ്ട് നമുക്ക് കുറേ പ്ലാവ് നട്ടുവെച്ചുകൂടാ? എന്തുകൊണ്ട് അതിനുള്ള വനത്തിലുള്ള വാഴകൾ നട്ടുവെച്ചുകൂടാ? അങ്ങനെയൊക്കെ നമ്മൾ ക്രിയാത്മകമായിട്ട് ചിന്തിക്കണം, ഇതിങ്ങോട്ട് ഇറങ്ങി വരാതെ. അതുപോലെ തന്നെ വന അതിർത്തികളെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. കാടും നാടും തമ്മിൽ കൃത്യമായ വിഭജനം ഉണ്ടാകണം, അതിർത്തികൾ ഉണ്ടാകണം. നമ്മൾ ശത്രു രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? കൃത്യമായ അതിർത്തികൾ നിശ്ചയിച്ച് പട്ടാളക്കാർ തോക്കും പിടിച്ച് കാവൽ നിൽക്കുകയല്ലേ? എന്തേ മനുഷ്യനെ കൊല്ലാൻ വരുന്ന ഈ കാട്ടുമൃഗങ്ങൾക്കെതിരെ ഈ വനമേഖലയിൽ താമസിക്കുന്നവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൂടാ? ഒരു കാര്യം കൂടെ അഭിലാഷ് സാറെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. പോലീസുകാർക്കും വനപാലകർക്കും അത് സാധിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ഇങ്ങനത്തെ അപകടകരമായ സാഹചര്യത്തിൽ ഈ വന്യജീവികളെ കൊല്ലുവാനുള്ള അവകാശം കൊടുക്കണം, അതിനുള്ള ആയുധം കൊടുക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. ഒരു കാര്യം കൂടി, ഈ ഗവൺമെന്റ് മനഃപൂർവ്വം സമ്മതിക്കുന്നില്ലെങ്കിൽ മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി സാൽവാ ജുദൂം എന്ന ഇതുപോലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്കൊക്കെ ആയുധം കൊടുക്കുന്ന ഒരു സേനയെ ഉണ്ടാക്കി. പിന്നെ അവര് ഈ ആയുധം വെച്ച് ആളുകളെ കൊല്ലാൻ തുടങ്ങുന്നത് പോലെ അല്ലെങ്കിൽ കൊള്ള നടത്തുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകളുടെ കയ്യിൽ പരിശീലനം കൊടുത്ത് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ച് എന്ത് ചെയ്യുന്നു? അല്ല, അതിന് തീർച്ചയായിട്ടും പാടില്ല. അപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വേണം അത് ചെയ്യാൻ. അതെ, നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ വെറുതെ ആളുകൾക്ക് അവകാശം കൊടുക്കണമെന്നല്ല പറയുന്നത്, ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിൽ ചെയ്യണം അത്. ശരി, ഓക്കെ, ഞാൻ വരാം. ശ്രീ അലക്സ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ സർക്കാരിന്റെ പോയിന്റാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ സനോജ്, ഇപ്പോൾ ശരി, കോൺഗ്രസിന്റെ സമരത്തെ നിങ്ങൾ വിമർശിച്ചോളൂ, അത് വേറൊരു പാർട്ടാണ്, അത് നമുക്ക് വിമർശിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഈ ജനങ്ങളെ സംബന്ധിച്ച് ഊര് പേടിച്ചിട്ടാണ് ഈ മനുഷ്യരൊക്കെ അവിടെ താമസിക്കുന്നത്. ഒരുപാട് മനുഷ്യർ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ ഈ വയനാട് ജില്ലയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ മലയോരത്തുണ്ടാകുന്ന പ്രശ്നമല്ല. കേരളത്തിലെ ആകമാനം മലയോര മേഖലകളിൽ ഈ പ്രശ്നമുണ്ട്. വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാണ്, മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ അവിടുത്തെ സാമൂഹ്യ സാഹചര്യം തന്നെ മാറുകയാണ്. ജീവൻ പേടിച്ച് എപ്പോൾ കൊല്ലപ്പെടുമെന്ന് പേടിച്ച് കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എത്ര ഭീതിതമാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു പരിഹാരം ചോദിക്കുമ്പോൾ കേന്ദ്ര വന്യജീവി നിയമം അവിടെ നിൽക്കുകയല്ലേ, നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ഒഴിവാകലാണ്, രക്ഷപ്പെടലാണ്. അതിനപ്പുറത്ത് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് ആലോചിച്ചുകൂടാ? അതൊരു പ്രയോറിറ്റിയായി വരാത്തത് കൊണ്ട്, അതൊരു മുഖ്യ പരിഗണനാ വിഷയമാകാത്തത് കൊണ്ടല്ലേ നമുക്കിപ്പോഴും ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന നിലയിലേക്ക് പറയേണ്ടി വരുന്നത്.
അഭിലാഷേ, ഈ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്, പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ ഈ പ്രതിഷേധത്തിൽ വിഷം കലർത്തുകയാണ്, ഈ പ്രതിഷേധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൊടിപിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അബിൻ വർക്കി എന്തോ വലിയ മഹത്തായ കാര്യം പോലെയാണ് അവർ DCC പ്രസിഡന്റിനെ ന്യായീകരിച്ചത്. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഇന്നലെ പ്രക്ഷേപണം ചെയ്തതാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഷിയാസ് എന്ന് പറയുന്ന ആ DCC പ്രസിഡന്റ് ഒരു തെരുവ് ഗുണ്ടയെ നാണിപ്പിക്കുന്ന വിധത്തിൽ അവിടെ പ്രവർത്തിച്ചത്? ഗുണ്ടകൾ നാണം കെട്ടുപോയിട്ടില്ലേ? ഇന്നലെ DYSPയെ പിടിച്ച് തള്ളുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു, തെറി വിളിക്കുന്നു, എന്നിട്ട് ബലമായിട്ട് ഇൻക്വസ്റ്റ് നടപടി തടസ്സപ്പെടുത്തി, പോസ്റ്റ്മോർട്ടം തടസ്സപ്പെടുത്തി, ആ ഹോസ്പിറ്റലിലുള്ള മൃതദേഹം എടുത്തിട്ട് അങ്ങോട്ട് യാത്ര നടത്തുകയാണ്. എങ്ങോട്ടാണ് ഈ ബോഡി എടുത്തവർ പോകുന്നത്? അപ്പോൾ ഇതാണ് രാഷ്ട്രീയ നാടകം. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഞാനല്ല ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞത്. രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സാണ്. നമ്മളെല്ലാവരും കൂട്ടായി ആലോചിക്കേണ്ട കാര്യം എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടാം, എന്താണ് പോംവഴി എന്ന് നിങ്ങൾ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത്, ഇപ്പം അബിൻ വർക്കി പറഞ്ഞത് അതിന് വേലി കെട്ടണം എന്നൊക്കെയാണ്. ഇതൊക്കെ വേലി കെട്ടിയിടങ്ങളിലെ പാർല ഫാം എത്ര തവണ വേലി കെട്ടി? അപ്പോൾ ഇതൊക്കെ കാട്ടാന ചവിട്ടിപ്പൊളിക്കും. ഇപ്പം കാട്ടാനയാണെങ്കിൽ വെടിവെക്കാനും പറ്റില്ല. ഇവരുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കാട്ടാനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 72 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നിയമങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഭേദഗതി വരുത്താതെ എന്ത് പോംവഴി? ആള് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. വെടിവെച്ച് കൊല്ലുന്ന ഉദ്യോഗസ്ഥനെതിരായിട്ട് പിന്നീട് കേസ് വരും. നിരവധി കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് പ്രതി പറഞ്ഞ ഞാനെന്തോ രാഷ്ട്രീയം പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? കർണാടകയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്നല്ലോ. എന്താ കർണാടകയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രസിഡന്റ് ഇല്ലേ? കർണാടകയിലെ എന്തുകൊണ്ട് ശവഘോഷയാത്ര നടത്തിയിട്ടില്ല? കർണാടകയിൽ എന്തുകൊണ്ട് സമരം വിളിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. തമിഴ്നാട്ടിൽ ഇവർക്ക് കോൺഗ്രസിന് ശക്തിയില്ലേ? തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഒരു ചെറിയ പ്രകടനം പോലും നടന്നിട്ടില്ലല്ലോ. ഇപ്പൊ കേരളത്തിലാവുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നടത്തും, ഇതൊക്കെ പിണറായി വിജയന്റെ കുറ്റം കൊണ്ടാണ്, കഴിവുകേട് കൊണ്ടാണ് എന്ന് വരുത്തീർക്കാൻ രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതി ഈ കാര്യങ്ങളൊക്കെ കാണണം. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസ് ആണ്. നമുക്ക് കൂട്ടായി ആലോചിക്കേണ്ടതാണ്. ഒരു പ്രതിഷേധത്തിനും ഞങ്ങൾ എതിരല്ല. ജനാധിപത്യപരമായ നിലയിൽ ജനങ്ങൾ പ്രതിഷേധിക്കും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന മലയോര മേഖലയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളില്ലേ? ആന വരുമ്പോൾ CPM വോട്ട് ചെയ്യുന്ന ആളാണ്, പിന്നെ നിങ്ങളെ കുത്തില്ല എന്ന് പറയോ? കടുവയിറങ്ങുമ്പോൾ ഇത് CPM കാരനാണെന്ന് അയാളെ മാറ്റി നിർത്തുമോ? ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, ഇത് നമ്മളുടെ പ്രശ്നമാണ്. നമ്മളെല്ലാം കൂട്ടായി നേരിടേണ്ട പ്രശ്നമാണ്. ആരാ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്? ആരാ ഈ സമര നാടകം ഇവിടെ കളിച്ചത്? അതല്ലേ ഇവിടെ ഈ നിലയിൽ ചർച്ച പോയത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യും. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം ആർല ഫാമിൽ ആന മതിൽ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ആ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിന്റെ വനാതിർത്തി മുഴുവൻ ഇതുപോലെയുള്ള മതിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. അത് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ്, മൃഗങ്ങളുടെ പെരുകലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിനൊക്കെ നിരവധിയായ പഠനങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഏർപ്പാട് പോലെ എളുപ്പമല്ല ഈ കാര്യങ്ങൾ പരിഹരിച്ച് പോക്ക്. അതിപ്പോ ഇന്ന് ഈ ഗവൺമെന്റ് മാറിയിട്ട് നാളെ ഇപ്പോ അബിൻ വർക്കിയുടെ പാർട്ടി നേതൃത്വം ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ആന കോൺഗ്രസ് ഭരിക്കുന്നത് പിന്നെ കാട്ടിലിറങ്ങണ്ട എന്ന് ആന തീരുമാനിക്കില്ല. ശരി, വിഷയം സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ശരി, ശ്രീ അലക്സ് ഒഴുകയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അതിൽ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ കളക്ടർക്ക് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും വളരെ ശക്തമായ ഒരു വന്യജീവി സംരക്ഷണ നിയമം ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ പ്രശ്നമല്ല. ഇപ്പോൾ ഒരു കാര്യം സനോജ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതേ പ്രശ്നമുണ്ട്. ഇതുപോലെ വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ജനങ്ങളുടെ സ്വൈര്യം നശിപ്പിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേരള സ്പെസിഫിക് എന്നുള്ളതിലുപരിയായി ഇപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ തന്നെ അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ കർണാടകയുടെ കാര്യം അഭിലാഷും പറഞ്ഞു, സനോജും പറഞ്ഞു. ഞാൻ കർണാടകയിൽ തന്നെ തുടങ്ങാം. കർണാടകയിൽ കഴിഞ്ഞ ആഴ്ച കൊടക് ജില്ലയിൽ ഒരു സ്ത്രീ ആന ചവിട്ടിക്കൊന്നു. അവിടെ ആ കൊടക് ജില്ലയുടെ DFOക്കെതിരെ കർണാടക സർക്കാർ FIR ഇട്ടു. കുറ്റകരമായ കൃത്യവിലോപത്തിനും മനഃപൂർവ്വമായ നരഹത്യക്ക് FIR ഇട്ടിരിക്കുക. ആ FIR റദ്ദാക്കണമെന്നും പറഞ്ഞ് ഇവിടെയുള്ള പരിസ്ഥിതിവാദികൾ മുഴുവൻ ഇപ്പോൾ കർണാടക സർക്കാരിന് പുറകെ നടക്കുന്നുണ്ട്.
ഞാൻ അതിൻ്റെ ന്യൂസ് ആർട്ടിക്കിൾ അഭിലാഷിനും സനോജിനും അയച്ചു തരാം. ആർജവമുള്ള സർക്കാരാണെങ്കിൽ നടപടി എടുക്കാൻ പറ്റും. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്ന ഇതാണ്. കക്കയത്ത് ഇന്നലെ വന്ന കാട്ടുപോത്ത് അവിടെ ഭീതി വിതയ്ക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുകയും നടപടി ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കർണാടക സർക്കാർ ചെയ്തതുപോലെ കോഴിക്കോട് DFOയ്ക്കെതിരെയും പെരുവണ്ണാമൂഴി റേഞ്ചർക്കെതിരെയും മനഃപൂർവ്വമായ നരഹത്യക്ക് FIR ഇടുന്നുള്ള ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. ചെയ്യാൻ ആർജവമുണ്ടോ ഈ സർക്കാരിന്? സനോജ് മറുപടി പറയണം ഞാൻ പറഞ്ഞതിന് ശേഷം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മരപ്പട്ടിയുടെ മൂത്രം കുടിച്ച് ജീവിക്കേണ്ട ആളല്ല. അയാൾക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ആ പണി നിർത്തി വേറെ പണിക്ക് പോവുക. മരപ്പട്ടി ശല്യം ക്ലിഫ് ഹൗസിലുണ്ടെങ്കിലും കന്റോൺമെന്റ് ഹൗസിലുണ്ടെങ്കിലും എൻ്റെ വീട്ടിലോ അഭിലാഷിൻ്റെ വീട്ടിലോ ഉണ്ടെങ്കിലും ഉപയോഗിക്കേണ്ട വകുപ്പ് സെക്ഷൻ 11(1)(b) ആണ്. എഴുതി വെക്കണം, സനോജ് എഴുതി വെക്കണം. അറിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കണം. സെക്ഷൻ 11(1)(b) വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 2-ലുള്ള എല്ലാ മൃഗങ്ങളെയും നേരിടാൻ, അതായത് വനത്തിന് വെളിയിൽ ഇറങ്ങി മനുഷ്യന് ശല്യം ഉണ്ടാക്കുന്ന ജീവികളെ നേരിടാനുള്ള വകുപ്പാണ് സെക്ഷൻ 11. അതിൽ 11(1)(a) എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1-ൽപ്പെട്ട കടുവ, ആന, പുലി അടക്കമുള്ള ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവികളെ നേരിടാൻ ഉപയോഗിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 11(1)(b) എന്ന് പറയുന്നത് ഷെഡ്യൂൾ 2-ൽപ്പെട്ട ജീവി. ഇപ്പോൾ കാട്ടുപന്നി അടക്കമുള്ള സാധനങ്ങൾ ഷെഡ്യൂൾ 2-ലാണ്, മരപ്പട്ടി ഷെഡ്യൂൾ 2-ലാണ്, മലയണ്ണ ഷെഡ്യൂൾ 2-ലാണ്. അതിനെ നേരിടാനുള്ള വകുപ്പുണ്ട്. അതിനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറഞ്ഞ ഒരാളെ എല്ലാ സംസ്ഥാനങ്ങളും നിയമിച്ചിട്ടുള്ളത്. അയാൾക്ക് ഉത്തരവിടാൻ പറ്റും. ഈ പറഞ്ഞ ആനയെ, കാട്ടുപോത്തിനെ, ബേലൂർ മക്കനെ അടക്കം, ഇന്ന് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ അടക്കം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ അധികാരമുള്ള ആളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. അയാൾക്ക് ബോധ്യം വന്നാൽ മതി. സംശയം ഉണ്ടെങ്കിൽ നിയമം വായിച്ചു നോക്കുക. If the chief wildlife warden is satisfied, then he can issue shooting order എന്നാണ്. അതിന് കേന്ദ്രത്തിന്റെ പെർമിഷൻ വേണ്ട. കൃത്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ സനോജിന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ് CRPC 133(1)(f) പ്രകാരം കളക്ടർക്ക് ഉത്തരവിടാം. ഇന്ന് കോഴിക്കോട് കളക്ടറുമായിട്ട് അവിടെ നടന്ന ചർച്ചയിൽ പറഞ്ഞത് 7 മണിക്കുള്ളിൽ ഉത്തരവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകൾ നടന്നിരുന്നു. കേരള ഹൈക്കോടതിയുടെ 1-2 പരാമർശങ്ങൾ വന്നിരുന്നു. അതൊന്നും ബാധകമല്ല. സുപ്രീം കോടതി വിധി കൃത്യമായിട്ടുണ്ട്. സ്പെസിഫിക് ആക്ട് ഉണ്ടെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ CRPC 131 പ്രകാരം കളക്ടർക്കുള്ള അധികാരം നിൽക്കുമെന്നും അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, അത് കോംപ്ലിമെന്ററി ആണെന്നും അയാൾക്ക് ചെയ്യാൻ അധികാരമുണ്ടെന്നും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. 2003-ൽ ജസ്റ്റിസ് അരിജിത് പസായത്ത്. ഞാൻ ആ വിധി അയച്ചു തരാം. അപ്പോൾ കളക്ടർക്ക് അധികാരമുണ്ട്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. പിന്നെ എന്ത് അധികാരമായി ഇവർക്ക് വേണ്ടത്? എന്തിനും കേന്ദ്രത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമില്ല. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ട്. കിഫ ശക്തമായിട്ട് പറയുന്നുണ്ട്. എണ്ണം കുറയ്ക്കണമെങ്കിൽ കള്ളിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിലവിൽ പ്രൊവിഷനില്ല. അത് വേണമെന്ന് ശക്തമായിട്ട് വാദിക്കുന്ന സംഘടന അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് പറയാൻ 2022-ൽ ഈ നിയമം ഭേദഗതി ചെയ്തപ്പോൾ അത് ആവശ്യപ്പെടാൻ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ MP വാദം പറഞ്ഞിട്ടില്ല. 19 പേര് UDF, ഒരു LDF. അത് ലോക്സഭയിൽ, രാജ്യസഭയിലുണ്ടല്ലോ LDF-ന് 6, UDF-ന് 3. ഈ പറഞ്ഞ ഒരാളും വാദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല CPI എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് ബിനോയ് വിശ്വം ശക്തമായിട്ട് വാദിച്ചത് ഇനിയും വന്യജീവി സംരക്ഷണ നിയമം ശക്തമാക്കണമെന്നാണ്. ഞാൻ എൻ്റെ വീഡിയോ അയച്ചു തരാം, സനോജിന് അയച്ചു തരാം, അഭിലാഷിന് അയച്ചു തരാം. അതുപോലെ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന UDF-ന്റെ MP കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു പാർലമെന്റിൽ വന്യജീവി സംരക്ഷണ നിയമം ഇനി ശക്തമാക്കേണ്ട ആവശ്യകതയെ പറ്റി. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ നിലവിലുള്ള അതിശക്തമായിട്ടുള്ള വികലമായിട്ടുള്ള പരിസ്ഥിതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്യമൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വനം വളർത്തുക എന്ന അജണ്ടയാണ് നടപ്പാക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഏകവനം പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയോട് നടപ്പാക്കിയാണ്. ജനങ്ങൾ ഗതികെട്ടിട്ട് ജീവനിൽ പേടിച്ച് ഇറങ്ങിപ്പോകണം. ആ ഗ്യാപ്പിൽ വനം വളർത്തുക, അതിൽ കിട്ടുന്ന കാർബൺ ഫണ്ട് അടിച്ചു മാറ്റുക, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ടയാണ്. ഇപ്പം അബിൻ വർക്കിയും സനോജും തമ്മിൽ വലിയ ചർച്ച, വലിയ യുദ്ധമൊക്കെ നടന്നു. സംഗതി ശരിയാ, കേൾക്കുന്നവർ വിചാരിക്കും ഇവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമാണെന്ന്. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ മേഖലയിൽ ഇവർ ഒപ്പിട്ട് കൊടുത്ത കരാറുകളുടെ പരിണത ഫലമാണ്. കൃത്യമായിട്ട് പറയുകയാണ്, വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടത്തിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായി ബന്ധപ്പെട്ട് 2009-ലാണ് ഇന്ത്യയിൽ നിന്ന് പ്രപ്പോസൽ പോയത്. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് UPA സർക്കാർ, കേരളം ഭരിക്കുന്ന LDF സർക്കാർ. ബിനോയ് വിശ്വം വനം മന്ത്രി, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, കേന്ദ്രത്തിൽ നമ്മുടെ ജയറാം രമേശാണ് വനം മന്ത്രി. ഈ ഒരു പ്രപ്പോസൽ യുനെസ്കോ തള്ളി. അവർ തള്ളാൻ പറയുന്ന 3 കാരണങ്ങളാണ്. ഒന്ന്, പശ്ചിമഘട്ടം മുഴുവൻ, അതായത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ വനത്തിന് തുടർച്ചയുണ്ടാവണം. അതായത് ഇപ്പോൾ വയനാട്ടിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്, ഇടുക്കിയിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടേക്ക് വനങ്ങൾ മുറിഞ്ഞുപോയി. ഇങ്ങനെ മുറിഞ്ഞുപോയ വനം മുഴുവൻ ഏകവനം സിംഗിൾ സ്ട്രെച്ചിൽ കൊണ്ടുവരണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഇതിന് ബഫർ സോൺ ഉണ്ടാവണം. 3, ഇത് മൊത്തം മാനേജ് ചെയ്യാനായിട്ട് 6 സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന പശ്ചിമഘട്ടത്തെ മാനേജ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ഏജൻസി വരണം. ഇത് 2009-ൽ അവർ റിജക്ട് ചെയ്യാൻ പറഞ്ഞ കാരണമാണ്. അതിന് മറുപടിയായിട്ടാണ് 2011-ൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുത്തു. സിംഗിൾ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ഏജൻസി പ്രപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ ഈ സിംഗിൾ സ്ട്രെച്ചിൽ വനം വേണ്ട കാര്യം 2012-ൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന മീറ്റിംഗിലാണ് യുനെസ്കോ ഇതിന് കൊടുത്തത്. അതിൽ കൃത്യമായിട്ട് കേരള സർക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സിംഗിൾ സ്ട്രെച്ചിൽ വനമാക്കും എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ആക്കണമെങ്കിൽ ജനത്തെ കുടിയൊഴിപ്പിച്ചേ പറ്റൂ. അത് കാശ് കൊടുത്ത് ഒഴിപ്പിക്കാൻ സാധ്യമല്ല. വളരെ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. അതുകൊണ്ട് ഭാഗമാണ് എന്നാണ് കിഫയൊക്കെ ആരോപിക്കുന്നത്. ഗൂഢാലോചന തിയറികൾ പലതുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ വിഷയമാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അബിനിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിന് ശ്രീ വി കെ സനോജ് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന മറുപടി ഉണ്ടല്ലോ. ഇവിടെ ചൂണ്ടിക്കാണിച്ചത് നോക്കൂ, വൈൽഡ് ലൈഫ് ആക്ടിലെ തന്നെ 11(1)(b)യുടെ ഉപയോഗം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ അലക്സ് ആരോപിച്ച ഈ ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗം ആയ മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ മാസം മാതൃഭൂമിയിൽ ഒരു അഭിമുഖം കൊടുക്കുണ്ടായി. അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? അപകടകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. കൺട്രോൾഡ് കള്ളിംഗ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എണ്ണം കൂടുകയാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പോലും, മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ആളുകൾ പോലും അപകടകാരികളായ മൃഗങ്ങളെ കൊന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പ്രൊവിഷൻ ഉണ്ട് എന്നിരിക്കെ അത് ഉപയോഗിക്കാതെ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ലേ, ഇതെല്ലാം കേന്ദ്രം നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പറഞ്ഞുതരാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വളരെ അപ്രായോഗികമായിട്ടുള്ള ചില വ്യവസ്ഥ ഞാൻ വായിക്കാം. കടുവ, പുലി എന്നിവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ച നിബന്ധന എന്താ അറിയുമോ? കടുവ, പുലി ഇറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. 6 അംഗ സമിതി രൂപീകരിക്കുമ്പോഴേക്കും കടുവ ആളൊക്കെ പോയിട്ടുണ്ടാവും. ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് പുറമെ NTCAയുടെ പ്രതിനിധി, മൃഗ ഡോക്ടർ, പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DFO തുടങ്ങിയവർ ഉണ്ടായിരിക്കണം. അതായത് ഇതൊരു സ്ഥിരം സമിതിയായി രൂപീകരിക്കാൻ പറ്റില്ല. വന്യജീവി ആക്രമണം നടന്ന സ്ഥലത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തി സംഭവ സ്ഥലത്ത് രൂപീകരിക്കേണ്ടതാണ്. ഇതൊക്കെ ആളുകൾ മരിച്ചു വീണതിന് ശേഷം നടക്കുന്ന കാര്യമാണ്. പിന്നെ ക്യാമറ വെച്ച് അതിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കണം. ആക്രമണം നടത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയാൻ പ്രത്യേക നടപടി സ്വീകരിക്കണം. മൂന്നാമത്തെ, പ്രദേശത്ത് കന്നുകാലികൾക്കുണ്ടായിട്ടുള്ള പരിക്ക്, ഗുരുതരമായ ഏറ്റുമുട്ടൽ എന്നിവ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം എന്നിവ നിശ്ചയിക്കുന്നതിന് ഒരു വിശദമായ ഗവേഷണം നടത്തണം. നാലാമത്തെ കാര്യം, മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക്, പരസ്പരം ഏറ്റുമുട്ടൽ എന്നിവ ഉറപ്പുവരുത്തിയാൽ ഓട്ടോമാറ്റിക് വാതിലുള്ള കെണി, കൂട് വയ്ക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണം. ഇങ്ങനെ കൊല്ലപ്പെടുന്ന സ്ഥലത്തിനരികെ മൃഗത്തെ തിരിച്ചറിയാൻ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കണം. ഇങ്ങനെയുള്ള വന്യമൃഗത്തിൻ്റെ ദിവസേനയുള്ള ചലനം മനസ്സിലാക്കാൻ പ്രഷർ ഇംപ്രഷൻ പാഡറുകൾ സ്ഥാപിക്കണം. സ്ഥലത്ത് 144 പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ നിയന്ത്രിക്കണം. കൂടുവെക്കുന്നതിനും കെണിവെക്കുന്നതിനും തുടർച്ചയായി പരാജയപ്പെട്ടാൽ മാത്രം മയക്കുവെടി വെക്കാൻ നിർദ്ദേശിക്കാം. ഇതിനായി അനുബന്ധം ഒന്നിൽ ചേർന്ന നടപടികൾ പാലിക്കണം. മയക്കുവെടി വെക്കപ്പെട്ട കടുവ, പുലി ആരോഗ്യമുള്ളതാണോ അല്ലയോ എന്നത് പ്രസ്തുത സമിതി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആരോഗ്യമുള്ളതാണെങ്കിൽ അതിന് റേഡിയോ കോളർ ഘടിപ്പിച്ച് NTCA അറിയിച്ച് വനത്തിലേക്ക് തുറന്നു വിടണം. പരിക്കേറ്റതാണെങ്കിൽ മൃഗശാലയിലേക്ക് മാറ്റണം. സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടുള്ളതല്ല. ഇതൊക്കെയാണ് അവരുടെ കുറേയുണ്ട് നിർദ്ദേശങ്ങൾ. ഇതൊക്കെ ഒരു കടുവ നാട്ടിലിറങ്ങിയിട്ട് ആളെ കൊല്ലാൻ തുടങ്ങും, ഇത് സ്ഥിരമായി കൊന്നിട്ടുണ്ടോ, പണ്ട് കൊന്നിട്ടുണ്ടോ എന്നൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതൊക്കെ വളരെ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പൊ ഇത് ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അലക്സ് ഒഴുകിനെ പോലുള്ള ആളുകൾ അതും ഇതും ഇവിടെ വിളിച്ചു പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ആൾ ധരിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തൂക്കം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ, ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ധരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വെടിവെച്ച സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കേസ് കൂടിയുണ്ട്. ഒരു പെൺകടുവയെ വെടിവെച്ച കേസിന്റെ അനുഭവം അവിടെ ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സങ്കീർണമായി കിടക്കുകയാണ്. രാഷ്ട്രീയമായി എന്താണ് ഇവിടെ പ്രശ്നം? എത്ര വർഷം അലക്സ് ഒഴികയിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മാന്യതയിൽ കേട്ടിരുന്നുണ്ട്. അതൊക്കെ അവിടെ വെച്ചാൽ അതൊക്കെ കിഫയുടെ പ്രതിക്ക് അവിടെ വെച്ച് നിങ്ങൾ അതൊക്കെ നിങ്ങൾ ഇടയിൽ കയറി പറയലൊന്നും വേണ്ട. നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടു, സെക്ഷനോട് കേട്ടു. നിങ്ങൾ അങ്ങനെ വലിയ സെക്ഷനൊക്കെ വായിച്ചിട്ട് കുറെ പ്രസംഗം ഇവിടെ നടത്തിയല്ലോ. ആ സെക്ഷന്റെ ഒക്കെ കുഴപ്പമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ പിറുവിറുക്കല്ല. ഇയാളിങ്ങനെ ഇടയിൽ പറയല്ല. അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്തൊക്കെ കുറെ വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കുമ്പോഴേക്ക് കടുവയും പുലിയും ആനയുമെല്ലാം ആളെ ശരിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഈ വ്യവസ്ഥ ഈ TV ചർച്ചയിൽ വന്നിട്ട് പറയല്ലാതെ മറ്റൊരു ഒന്നിനെ കൊണ്ടും ആ വ്യവസ്ഥ ഒരു ഉപകാരവും ആ വ്യവസ്ഥയെ കൊണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എങ്ങനെ കൈകാര്യം ചെയ്യണം? വനം വകുപ്പ് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനകത്ത് ഭേദഗതി വരുത്തണം. അപകടകാരിയായിട്ടുള്ള ഇത്തരം മൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം വേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായ യോജിപ്പോടുകൂടി പോവേണ്ട ഘട്ടത്തിൽ
ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ മരപ്പട്ടിയുടെ കഥയൊക്കെ പറഞ്ഞ് ആളുകളെ കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതിനാണ് രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കിക്കോ, പക്ഷെ ജനങ്ങൾ ഇതെല്ലാം ശരിയായ നിലയിൽ വിലയിരുത്തും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ആളെ ജീവനെടുത്തപ്പോ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അബിൻ വർക്കിയുടെ പാർട്ടി അവിടെ ചെറിയ പ്രകടനം നടത്തിയിട്ടില്ല. ഇതിപ്പോ കേരള സ്പെസിഫിക് ആയ ഒരു വിഷയമാണോ? കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമായി ഈ പ്രശ്നമുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതിപ്പോ ഒരു അവസരം കിട്ടുമ്പോൾ പരമാവധി നമുക്കതിനെ ഒരു മൊബിലൈസേഷൻ അവസരമാക്കാം, ഇലക്ഷനൊക്കെ വരികയല്ലേ എന്നുള്ളതാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അത് അഭിലാഷ്, അത് 2-3 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് അവസരമില്ലാതിരുന്ന കാരണം സനോജ് 2 അവസരം പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ നിയമത്തെക്കുറിച്ച് പറയുന്നു. നിയമം കാലാന്തരമായി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് ഇന്ത്യയുടെ മൊത്തമായ പരിതസ്ഥിതിയിലാണ് ഓരോ നിയമങ്ങളും ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ 1972 വന്യജീവി സംരക്ഷണ നിയമം അന്ന് ഏത് സാഹചര്യത്തിലാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ ഈ രാജ്യത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അന്ന് ഏത് സാഹചര്യത്തിൽ ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത അന്നത്തെ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അനുകൂലിച്ചു. ഈ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിച്ച ഒരു നിയമത്തെക്കുറിച്ച് ഇന്ന് അതിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. ഇനി 2, അതിനെ കാലാനുസൃതമായി മാറ്റം വരുത്തണമെങ്കിൽ വരുത്തുകയും ചെയ്യാം. പക്ഷേ അടിയന്തരമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രം നിയമം പരിഷ്കരിച്ചില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും MP അത് പറഞ്ഞില്ല എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. കാരണം എന്താ, ഇപ്പോൾ സനോജ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കടുവയെ പിടിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ കാര്യം പറഞ്ഞു. അതിനകത്ത് എവിടെയെങ്കിലും കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ നാട്ടുകാരെ ഒരു അനൗൺസ്മെൻറ്റ് മുഖേന അറിയിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സനോജ്? അതല്ലേ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഒരാൾ മരിച്ചതിന് ശേഷം വീണ്ടും 2 പേർ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുവാനും പരിക്കേൽക്കുവാനും ഉണ്ടായ സാഹചര്യം? ഈ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആന അവിടെ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിനി നിയമത്തിൻ്റെ പരിരക്ഷ വേണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഇടുതാപ്പ് വേണം, അല്ലെങ്കിൽ കോൺഗ്രസ് സമരം ചെയ്തു. ഇതൊക്കെ വല്ലതും ഞാനൊന്ന് പറയട്ടെ സനോജ്, താങ്കൾ ഇപ്പോൾ ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ച വ്യക്തിയാണ്. ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചു. എന്താണ്? ഇടയിൽ കയറി സംസാരിക്കരുത്, മര്യാദ പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയ ആളല്ല. അപ്പം ഞാൻ പറയുമ്പോൾ താങ്കൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് താങ്കളുടെ മര്യാദയുടെ ഭാഗമാണ്, താങ്കൾ പഠിപ്പിച്ച മര്യാദയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് ഇപ്പം ഇവിടെ വാർണിംഗ് കൊടുത്തില്ല എന്ന് ആരാണ് പറഞ്ഞത്? കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒഫീഷ്യലി ലെറ്റർ പാഡിൽ ഇവർക്ക് കൊടുത്തിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളോട് പറയല്ലേ. അപ്പോൾ പിന്നെ എവിടെ മുന്നറിയിപ്പ് കൊടുത്തതെന്നാണ് പറയുന്നത്? വയനാട്ടിലെ വിഷയം നമുക്കറിയാം. പിന്നെ താങ്കൾ ഇവിടെ കുറേ നേരമായി കർണാടകയിലെയും തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. 1,91,000 സ്ക്വയർ കിലോമീറ്ററാണ് കർണാടകയുടെ വന അതിർത്തി അല്ലെങ്കിൽ വന ഏരിയ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 1,38,000 പക്ഷെ കേരളത്തിലത് വെറും 38,000 മാത്രമാണ്. ഇത്രയും വലിയ വനാതിർത്തികളിൽ ഇത്രയും അധികം വന്യജീവികൾ പാർക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇതേ നിയമങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ തമിഴ്നാട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ആന ഈ ചൂട് കാലാവസ്ഥയിൽ അല്ലെങ്കിൽ വന്യജീവികൾ ഈ ചൂട് കാലാവസ്ഥയിൽ വെള്ളം കുടിക്കാനാണ് പുറത്തേട്ട് വരുന്നത്. തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായ ഒരു കാര്യം, അവിടെ കാടിനുള്ളിൽ തന്നെ വലിയ ടാങ്കുകൾ പണിത് വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. വലിയ രീതിയിലുള്ള ഭക്ഷണ സാമഗ്രികൾ, ഈ വന്യജീവികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികൾ അവിടെ തന്നെ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. വെറും 10 കോടി രൂപ ചെലവ് തന്നെ 80 കോടി രൂപയ്ക്ക് പടക്കം പൊട്ടിച്ചും ഇവിടെ മറ്റു പല രീതിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഈ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നവർ ഇതുപോലെ ക്രിയാത്മകമായി പല സംസ്ഥാനങ്ങളും ചെയ്ത പ്രവൃത്തിയെ കാണാത്തത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നിട്ട് സമരം ചെയ്യുന്നവർ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ എത്രയോ പ്രാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഈ നിലപാട് പറഞ്ഞത്. ഇപ്പോൾ അഭിലാഷിൻ്റെ എത്രയോ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുമുണ്ടായ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും ശ്രീ അലക്സിൻ്റെയും നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഈ നടത്തുന്ന സമരം മുഴുവൻ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിലെ രാഷ്ട്രീയം എന്താണെന്നറിയോ സനോജ്? അതായത് കാട്ടാന കൊല്ലുമ്പോൾ ഇവിടെ പ്രശ്നമില്ല, പക്ഷേ മരപ്പട്ടി മുള്ളുമ്പോൾ ഇവിടുത്തെ പ്രശ്നമുണ്ട്. ആർക്കാ പ്രശ്നം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രശ്നം. സ്വന്തം ഇസ്ത്രി ഇട്ട വസ്ത്രത്തിൽ മരപ്പട്ടി മുള്ളുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നം. അല്ലാതെ കാട്ടാന ചവിട്ടി സാധാരണക്കാരെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ സനോജ് കുറേ നേരം ഇവിടെ പറഞ്ഞു എന്താണ്, നമുക്ക് കൂട്ടായ ആലോചന വേണം. ശരി അഭിലാഷേ, ഈ കൂട്ടായ ആലോചനയ്ക്ക് വേണ്ടി ഈ സർക്കാർ എടുത്ത ഒരു നടപടി പറയാമോ? ഈ ഫിലിപ്പച്ചനെയും ശ്രീ അലക്സിനെയും ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ നേതാക്കന്മാരെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു വിളിച്ച ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ്
ഈ കൂട്ടായ ആലോചന? ഇത്രയും വിഷയമുണ്ടായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആലോചന ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വനം മന്ത്രി ആ ഏരിയയിലിട്ട് പോലും കടന്നിട്ടില്ല. മുഖ്യമന്ത്രി വാക്കുകൊണ്ട് പോലും അനുശോചിച്ചിട്ടില്ല. വനം മന്ത്രി സ്വന്തം വീട്ടിൽ അടയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചാർജുള്ള ഇടുക്കി വയനാട് ജില്ലയിലേക്ക് എത്തി നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാര്യം പറയുമ്പോൾ അവിടെ നഷ്ടപരിഹാരമൊക്കെ ആദ്യത്തെ ആഴ്ച തന്നെ കുടുംബത്തിന് മുഴുവനായിട്ട് കൊടുക്കുക. അല്ലാതെ 50,000 ഇപ്പം തരാം, ബാക്കി ഞങ്ങൾ ഗ്യാരണ്ടി തരാമെന്നുള്ള നിങ്ങളുടെ പാഴ് ഗ്യാരണ്ടികളല്ല അവിടെയുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുപോലുള്ളൊരു മേഖലയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കോതമംഗലത്തുണ്ടായ ഇപ്പോൾ കുട്ടമ്പുഴ പോലുള്ള മേഖലകളിലെ പ്രശ്നം എന്താണെന്ന് പറയും. ഇപ്പം ഞാൻ ഈ ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഒരു വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം ആമസോൺ കാടുകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 8 വരി പാതയിലൂടെ സൂചിച്ച് നടക്കാം, നിങ്ങൾക്ക് വ്യവസായശാലകൾ പണിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ 5 സ്റ്റാർ സ്കൂളുകളിൽ പഠിപ്പിക്കാം, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി കിടക്കാം. പക്ഷേ അതിനൊക്കെ ഈ വനാതിർത്തിയിൽ കിടക്കുന്ന ഞങ്ങൾ അത് ബാധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ സഹിക്കണം, ഞങ്ങളുടെ മക്കൾ അപരിഷ്കൃതമായ ലോകത്ത് ഇന്നും ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായം എന്ന് ചോദിക്കുന്ന ആ ബ്രസീൽ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ അവിടെയുള്ള പ്രദേശത്തെ കൃഷി എന്താണെന്നറിയോ? ഇപ്പോൾ സർക്കാരിന് 5 ലക്ഷം രൂപ കൊടുത്ത് അവർ ഇപ്പോൾ എൻ്റെ അവിടെയൊക്കെ 5 ഏക്കർ സ്ഥലത്തിൽ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആ 5 ലക്ഷം രൂപ മേടിച്ച് ഇവർ ജീവനും കൊണ്ട് ഓടുകയാണ്. കാരണം എന്താ? ഇവർക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. സർക്കാർ സംവിധാനമോ സംരക്ഷണമോ കൊടുക്കുന്നില്ല. സമരം ചെയ്താൽ അപ്പോൾ തന്നെ രാഷ്ട്രീയം പറയുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ കേരളം ചർച്ച ചെയ്യുന്നത്. ശരി, ഫാദർ ഫിലിപ്പ് കവിയിൽ ഇപ്പൊ നമ്മൾ പണ്ട് കുടിയേറ്റത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മലയോര മേഖലകളിലൊക്കെ കുടിയിറക്കത്തെ കൂടി നേരിടുകയാണ്. കുറച്ച് പൈസയൊക്കെ ഉള്ള ആളുകൾ അവിടെ നിന്ന് സ്ഥലം വിറ്റ് കുറെ കൂടി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ അങ്ങനെ സ്ഥലം വിറ്റ് പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നരകയാതന അനുഭവിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ചെറു പൈസ കൊടുത്ത് സർക്കാർ മേടിക്കുകയാണ്. അതായത് ഈ ഏക്കർ കണക്കിന് സ്ഥലം വെറും ചെറു പൈസ കൊടുത്ത് സർക്കാർ ഏറ്റെടുത്ത് അവരവിടെ ജീവൻ കൊണ്ട് ഓടുന്ന സ്ഥിതി വിശേഷമാണുള്ളത്. ശരി, അപ്പൊ ഫാദർ ഇതിനകത്ത് ഇപ്പോ ശരിയാണ്, ഇപ്പോൾ വന്യജീവി നിയമം ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സനോജ് നേരത്തെ കൂട്ടായ ആലോചനയെ കുറിച്ച് പറഞ്ഞു. അതിന് ഉതകുന്ന തരത്തിൽ ഇങ്ങനെ ആളുകൾ ദൈനംദിനം മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ നമുക്കൊരു പൊതു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാം എന്നുള്ള നിലയ്ക്കുള്ള ഒരു നീക്കത്തിന്, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് താങ്കളടക്കമുള്ള ആളുകൾ, കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ളവർ ഒരുക്കമാണോ? തീർച്ചയായിട്ടും എനിക്ക് CPM-ന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട സനോജ് സാറിനോട് പറയാനുള്ളത്, ഈ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ ഈ ചർച്ച കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട് ആരാണ് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്, ആരാണ് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന 4-5 പേരും മനസ്സിലാക്കണം. നമ്മൾ വെറുതെ പറഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്തുന്നത് ശരിയല്ല. 1. 2, ഈ കഴിഞ്ഞ പ്രാവശ്യം മാതൃഭൂമിയുടെ ഇതേ ചാനൽ ചർച്ചയിൽ ബഹുമാനപ്പെട്ട അഭിലാഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ മന്ത്രിയായ ബഹുമാനപ്പെട്ട MP രാജേഷ് സാറിനോട് ഞാൻ തന്നെ ചോദിച്ചു, ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ അകത്ത് പ്രതികളെങ്കിൽ, അവരുടെ നിയമത്തിലുള്ള അപാകതകളാണ് ഇതിൻ്റെ അകത്ത് കുഴപ്പമെങ്കിൽ അത് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറുണ്ടോ? ഈ കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനാധിപത്യ മുന്നണിയിലെ ആളുകളും പോയി സമരം ചെയ്തതല്ലേ മറ്റൊരു കാര്യത്തിന് വേണ്ടി? ഈ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ തയ്യാറാണ് കൂട്ടത്തിൽ വരാൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സനോജ് സാർ പറയുന്നത് കേട്ടിട്ട് ഈ വനത്തിലുള്ള വന്യജീവി പ്രശ്നമെല്ലാം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ പിന്നെ ഈ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് എന്തിനാണ്? എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള സംശയം ഞാൻ ചോദിക്കാം, എന്തിനു വേണ്ടിയാണ് ഇവരിവിടെ ഇരിക്കുന്നത്? ഈ മനുഷ്യരെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വനം വന്യജീവി വകുപ്പ് പിരിച്ചുവിടണം നിങ്ങൾ. ആ മന്ത്രി രാജിവെക്കട്ടെ. എന്തിനാ ഇത്രയും ലക്ഷം രൂപ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? എന്നിട്ട് കേന്ദ്രത്തെ ഏൽപ്പിക്കും. നിങ്ങൾ കേന്ദ്രത്തിനുള്ള അധികാരമുള്ളതെന്ന് നിങ്ങൾ പറയുന്നത്. ഈ കേരളത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ, നിങ്ങൾ നിസ്സഹായരാണെങ്കിൽ, ഈ വകുപ്പ് ആർജവത്വമുള്ളവരാണെങ്കിൽ പിരിച്ചുവിട്. ഈ മന്ത്രിക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മനുഷ്യൻ്റെ വിഷമവും ദുഃഖം കാണണം. അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അത് നമ്മൾ കാണാതെ പോകരുത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ സാധാരണ മനുഷ്യർ, ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ പറഞ്ഞു, വനമേഖലകളിൽ മലയോര മേഖലകളിൽ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നവരൊക്കെ താഴ്വാരങ്ങളിലേക്ക് സ്ഥലം വാങ്ങി പോവുകയാണ്. പിന്നെ അവിടെ ആരാണ് അവശേഷിക്കുന്നത്? അവശേഷിക്കുന്ന വളരെ പാവപ്പെട്ട മനുഷ്യരാണ്.
ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്, സ്ഥലം വിറ്റ് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്, മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ തങ്ങുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ കോൺഗ്രസ്സുകാരൻ്റെയും മാർക്സിസ്റ്റുകാരൻ്റെയും BJP-കാരൻ്റെയും പ്രശ്നമല്ല പറയുന്നത്, സാധാരണ കർഷകരുടെ പ്രശ്നമാണ് പറയുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയം പറയുകയാണെന്ന് ബഹുമാനപ്പെട്ട സനോജ് സാർ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറ, നമുക്ക് അടുത്ത കാര്യം നോക്കാം. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടോ? ശരി, ഓക്കെ. ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഒരു ഇടവേള അനിവാര്യമാണ്, ശേഷം മടങ്ങിയേക്കാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. സനോജ്, ഇപ്പോൾ വന്യജീവി നിയമം ഒന്നും നോക്കാതെ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് ഈ കുടുംബങ്ങളെ സന്ദർശിക്കാം. ഇവിടെ വയനാട്ടിൻ്റെ കാര്യത്തിൽ വനം മന്ത്രി എത്ര ലാഘവത്തോടുകൂടി നിലപാടെടുത്തു എന്ന് ഇവിടെ തന്നെ വിമർശനം വന്നു. അപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങളിൽ ഈ അഫക്റ്റഡ് ആവുന്ന ആളുകൾക്ക് ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊരു തോന്നലുണ്ടാക്കാനുള്ള ബാധ്യതയെങ്കിലും സർക്കാരിനില്ലേ? തീർച്ചയായിട്ടും സർക്കാർ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ആ സ്ഥലത്ത് മന്ത്രിമാർ സന്ദർശനം നടത്തിയല്ലോ, ബന്ധപ്പെട്ട ആളുകളുടെ യോഗം നടത്തിയല്ലോ. കൊട്ടിയൂരിൽ ഇവിടെ ഈ ഇരിട്ടി ഇവിടെ ആറളത്ത് സംഭവം ഉണ്ടായപ്പോൾ അവിടെ യോഗം നടത്തിയല്ലോ, ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നവിടെ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ആനമതിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇടപെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊരു താല്പര്യമുണ്ട് അഭിലാഷേ. അത് ചർച്ച കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. പിന്നെ ഇവിടെ ഫാദർ ഫിലിപ്പ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനൊരു രാഷ്ട്രീയം ഇതിനകത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇതിനെ കക്ഷി രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ്. ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ ഫാദർ ഫിലിപ്പിൻ്റെ ആ പ്രസ്താവന അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അദ്ദേഹമോ പറഞ്ഞത് എന്നാൽ വടിവൊത്ത വസ്ത്രത്തെക്കുറിച്ചൊക്കെ, മുഖ്യമന്ത്രിയുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ വസ്ത്രത്തിൻ്റെ വടിവൊത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അച്ഛൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആർക്കാ രാഷ്ട്രീയം? കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. ഇതിനകത്ത് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല. ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിപ്പോൾ കുറച്ചുകൂടി ഒരു പുതിയ പ്രശ്നമായി കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. പരിഹരിക്കാൻ ഞാൻ പറഞ്ഞ ഈ ചർച്ചയിൽ ഇപ്പോൾ കിഫയുടെ പ്രതിനിധി പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനത്തെ ഇവിടെ വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ, അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ആലോചിക്കും. പിന്നെ സർക്കാർ ഇവരോടൊന്നും ആലോചിക്കുന്നതിനൊക്കെ പറഞ്ഞല്ലോ. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങൾ സംബന്ധിച്ചും MP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. MP-മാരുടെ യോഗം വിളിച്ച അവസരത്തിലൊക്കെ ഇവരെടുത്ത് നിഷേധ നിലപാട് നമുക്കറിയാം. കർണാടകയിലെ ഇവരുടെ സംസ്ഥാന ഗവൺമെൻറ് ഡൽഹിയിൽ സമരത്തിന് അനുകൂലിച്ചു. പഞ്ചാബിലെ ആം ആദ്മിയുടെ ഗവൺമെൻറ് ഡൽഹിയിലെ സമരത്തെ അനുകൂലിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സമരം നടത്തിയാൽ ആ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ തയ്യാറാവുമോ? ശരി, ഇവർ തയ്യാറാവില്ല. ഇവർ അതിനകത്തും രാഷ്ട്രീയം കാണും. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നിഷേധിച്ചപ്പോൾ അതിനെതിരെ സമരം നടത്തിയപ്പോൾ ഇവർ കേരളത്തിലെ MP-മാർ ഒരു പരാതി കൊടുക്കാനുള്ള ഒരു ഒപ്പിടാൻ പോലും വിസമ്മതിച്ചു. പറഞ്ഞോളൂ. ഓക്കെ. അതായത് മഹാരാഷ്ട്രയിലെ കാര്യം ഒറ്റ മിനിറ്റോട്ട് പറയാം. അതായത് ആവണി എന്നു പേരുള്ള ഒരു പെൺകടുവയുടെ കാര്യമാണ് സനോജ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ കേസ് നടന്ന കാര്യം. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യജീവനാണ് വലുത്, കടുവയല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കടുവയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. സനോജിന്റെ അറിവിലേക്കായിട്ട് പറയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ കടുവയെ കൊല്ലാൻ പറ്റില്ല എന്നില്ല. കടുവയെ കൊന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ കൊന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കൊന്നിട്ടുണ്ട്. വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. എനിക്ക് സമയം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നത്. നമസ്കാരം.